നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധീഷിനിട്ട് പണി കൊടുക്കാനായിട്ട് രാജീവും അതുപോലെ അരുണും ഒക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ പുതിയൊരു തന്ത്രമൊക്കെ മെനഞ്ഞു. ഒടുവില് സുധീഷിനോട് പറഞ്ഞു, അതെ ചെട്ടിയാരെ കാണാനായിട്ട് പോണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അരുണിന്റെ കാല് മേലല്ലോ. അരുണിന്റെ കാല് മേലാത്തോണ്ട് സുധീഷ് ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചു. ആ സമയം സുധീഷിന് സന്ദേഹം ഉണ്ടായി, തനിക്കിട്ടുള്ള എന്തേലും പണിയാണോന്ന്. സുധീഷ് മിണ്ടാ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം നിധി പറഞ്ഞു, സുധീഷെ ഒരു ഉപകാരം ചെയ്യുക. അവര് പറഞ്ഞല്ലേന്ന് ചോദിച്ചു. സുധീഷിനാണ് വല്ലാത്തൊരു വെപ്രാളമായി, ഇവരെന്ത് പണിയാ തരുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് അരുൺ പറഞ്ഞു, അതെ വിശ്വസിച്ച് ഏൽപ്പിച്ചു വിടാൻ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞു. രാജീവ് പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. സുധീഷ് ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചു. പിന്നീട് രാജീവ് ഭാഗത്തേക്ക് പോയിട്ട് ഒരു ബാഗ് നിറച്ചു കുറെ പണോ സ്വർണ്ണമൊക്കെ ആയിട്ട് വരുവാണ്. ഇത് ചെട്ടിയാർക്ക് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. സുധീഷിന്റെ കണ്ണു തള്ളിപ്പോയി. ദൈവമേ, ഇത്രയും സാധനങ്ങളാ, എങ്ങാനും തനിക്കിട്ട് തരുന്ന പണിയാണോ? എവിടെ എന്തോ ഒരു അപകടം നടത്തു സുധീഷിന്. സുധീഷ് ആകെപ്പാടാ വല്ലാതെ നിൽക്കുന്നിടപ്പം നിധി ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല. രാജീവ് വെച്ചു, എന്താ എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ പേടിക്കൊന്നും വേണ്ട സുധീഷേ. സുധീഷ് അമ്മ ഞങ്ങൾക്ക് വിശ്വസിച്ച് ഏർപ്പാടാക്കി വിടാലോ. മറ്റുള്ളവരുടെ കയ്യിൽ ഇത് കൊടുത്തു വിടാൻ പറ്റില്ല. പിന്നെ എൻ്റെ അവസ്ഥ അറിയാലോ, എനിക്ക് ഈ 100 കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഡ്രൈവർ ഇവിടെ ഇല്ല താനും, അല്ലെങ്കിലും അങ്ങനെ പോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അരുണിന്റെ കാല് പറ്റുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ഞാൻ പോകാം. അപ്പം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിലേക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാറിന്റെ കീ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. പിന്നീട് സുധീഷിനോട് പൊയ്ക്കളാൻ പറഞ്ഞു. ഒടുവിൽ സുധീഷിനോടൊപ്പം കാറിൻ്റെ അടുത്ത് വരെ നിധിയും കൂടെ ചെല്ലുന്നുണ്ട്. നിധി ചോദിച്ചു, എന്താ എന്തെങ്കിലും പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ എന്ത് പറ്റി, മുഖമൊക്കെ വല്ലായിരിക്കണേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. ശരി, പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് പോവുകയാണ്. ഈ സമയത്ത് അരുണും രാജുവും പരസ്പരം നോക്കുന്നുണ്ട്. സാന്ദ്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യും അരുണേട്ടാ, കാലിൽ വല്ല ഫ്രാക്ചർ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഹോസ്പിറ്റലിൽ ഞാനും വരാമെന്ന് പറഞ്ഞു. അരുൺ പറഞ്ഞു, അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും അരുണും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. സാന്ദ്ര നീ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അരുണിനെ കൂട്ടിക്കൊണ്ട് രാജീവ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ സമയത്ത് സുഭാഷ് ഫുഡ് കഴിക്കാണ്ട് ബാക്കി എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പോഴേക്കും അവിനാശൊക്കെ പറഞ്ഞു, അതെ ഇത്തിരിയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ സുഭാഷ് ഫുഡ് കഴിക്കാണ്ട് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിനാശ് അങ്ങോട്ടേക്ക് വന്നു. അവിനാശിനോട് ചോദിച്ചു, എടാ നീ ഇന്ന് കൊണ്ടുവന്നില്ലേ, കഴിക്കാൻ കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. കൊണ്ടുവന്നില്ല. അതെന്താ? അതെ ചാന്ദിനി കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. എന്തിനാടാ അവളെ വെറുതെ ഒത്തിട്ടിരിക്കുന്ന ഈ പൊരി വെയിലത്ത്? അതൊന്നും സാരമില്ല, അവൾ കൊണ്ടേ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചാന്ദിനി അവിനാശിനുള്ള ആഹാരമായിട്ട് അങ്ങോട്ട് വന്നു. ചാന്ദിനി അങ്ങനെ അവിനാശിന്റെ മുന്നിലേക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെക്കുവാണ്. സുഭാഷ് അതൊക്കെ നോക്കി നിൽക്കുവാണ്. പിന്നീട് ചാന്ദിനിയോട് ചോദിച്ചു, അല്ല ചാന്ദിനി കഴിക്കണില്ലേന്ന് ചോദിച്ചു. അപ്പം ചാന്ദിനിക്ക് മലയാളം അത്ര അറിയില്ല. അവിനാശ് കുറെ കാലമായാലും ഇവിടെ വന്നിട്ട്, ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയത്തുള്ളൂ. അങ്ങനെ ഒടുവിൽ തനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ സുഭാഷ് പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. ചാന്ദിനി കഴിച്ചില്ല എന്ന് പറഞ്ഞു. ആണോ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഇതേ ഞാൻ കൂടെ തരാം, ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞാൽ അത് കുറച്ച് കൊടുക്കണം. ചാന്ദിനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. ഇതാരാ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു. ഞാൻ തന്നെയെന്ന് സുഭാഷ് പറഞ്ഞു. ആണോ? പിന്നെ ചാന്ദിനി കൊണ്ടുവന്ന് ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു നോക്കിയിട്ട് സുഭാഷിനും ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ സുഭാഷെ പ്രശംസിക്കുകയും ചെയ്തു ചാന്ദിനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടേതായ രീതിയിലുള്ള സംസാരമൊക്കെ നടത്തുവാണ്. കാരണം ഹിന്ദി അത്ര ഇങ്ങോട്ട് അറിയത്തില്ലെങ്കിലും സുഭാഷ് ചാന്ദിനിയോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാന്ദിനി പറയുന്ന കാര്യങ്ങൾ ഹിന്ദിയൊക്കെ ആണെങ്കിലും കുറേയൊക്കെ സുഭാഷിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് സുധീഷ് ആ ബാഗൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് സുധീഷിനൊരു ടെൻഷൻ, തനിക്കിട്ട് എന്തെങ്കിലും പണി വെച്ചാണോ അതോ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ഇഷ്ടം കൊണ്ടാവാൻ വഴിയില്ല, തന്നെ വെല്ലുവിളിച്ചതാ നിധിയുടെ അച്ഛന്. അപ്പൊ പിന്നെ ഒരു കാരണവശാലും ഇങ്ങനെ വരാൻ വഴിയില്ല, ഇതിനകത്ത് എന്തോ ഒരു അപകടം ഉണ്ടല്ലോ. സാരില്ല, ഈ ബാഗ് കൊണ്ട് ഏൽപ്പിക്കുന്നതോടുകൂടി തന്റെ പണി തീരുമല്ലോ. ചെട്ടിയാരുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയല്ലോ. പിന്നെ തനിക്ക് ഇങ്ങോട്ട് പോരാ, തനിക്കിട്ട് എന്തെങ്കിലും പണി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒരിക്കലും വിടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സുധീഷിന് മനസ്സിൽ. അവളെ ഒന്ന് വിളിച്ചാലോ നിധിയെ? അല്ലേ വേണ്ട, ഇത്തിരി സമയമല്ലേ അയാൾ അവിടുന്ന് പോന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോന്നു. അപ്പം ആ വഴി ആളില്ലാത്ത കുറച്ച് വഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അവൻ വരുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കിടന്നത്. ഒരു ബൈക്ക് നിലത്ത് കിടക്കണം. അപ്പോൾ ഒരാൾ കൈ നീട്ടുന്നു. ഇനി വല്ല ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതാണോ? അയാളെ തല വീണ് കിടക്കുകയുള്ള റോഡിൽ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുധീഷിനെ അത് കണ്ടിട്ട് പോകാൻ തോന്നിയില്ല. സുധീഷ് പെട്ടെന്ന് കാർ നിർത്തി.
കാർ നിർത്തി കാറിനകത്ത് നിന്ന് ഇറങ്ങുവാണ്. ആ ബൈക്കാരൻ്റെ അടുത്തേക്ക് വന്നു. അപകടം ഉണ്ടായതല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ എന്ന് കരുതിയിട്ട് ആ സമയത്ത് അവിടെ കാടിനകത്ത് കുറച്ച് ആൾക്കാർ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് വെച്ചിട്ട് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ മറിഞ്ഞിരുന്ന കാടിനകത്തു നിന്നൊക്കെ ആൾക്കാർ ചാടി ഇറങ്ങുവാണ്. ചാടി ഇറങ്ങി നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഈ സമയം നിലത്ത് കിടന്ന് ബൈക്കുകാരൻ എഴുന്നേറ്റു. അയാൾ എഴുന്നേറ്റ് മുകളിലെ പൊടി നട്ടി അയാൾ അങ്ങോട്ട് പോയി. ഇതൊക്കെ ഒരു തന്ത്രങ്ങളായിരുന്നു, ഒരു പ്ലാനായിരുന്നത് സുധീഷിനെ പെടുത്താനുള്ള. പിന്നീട് അവിടെ മറിഞ്ഞിരുന്ന ഗുണ്ടകളെല്ലാവരും കൂടെ സുധീഷിനെ പിടികൂടുകയാണ്. സുധീഷെ വിടാൻ പറഞ്ഞു. പക്ഷെ അവന്മാർ വിട്ടില്ല. അവന്മാർ പോയി ആ ബാഗ് എടുത്തു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, മര്യാദയ്ക്ക് വിട്ടോ, അതാ നിനക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു. ബാഗെ തൊട്ടിട്ടുണ്ട്, നിന്നെയൊക്കെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷെ അവന്മാർ വിട്ടില്ല. ഒടുവിൽ സുധീഷിൻ്റെ കൈയെല്ലാം കൂടെ കൂട്ടിക്കെട്ടി അവന്മാരെ വണ്ടിക്കകത്തിട്ട് വണ്ടി തിരിച്ചുകൊണ്ട് പോവുകയാണ്. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇതേ സമയത്ത് നീതു ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷിനെ വിളിച്ചിട്ട് എവിടെയാന്ന് വെച്ചു. ഞാൻ വർക്ക്ഷോപ്പിൽ എന്തെടുക്കോ പണി ചെയ്യുക. അപ്പം ഞാൻ കുറേ സമയം വിളിച്ചിട്ട് എടുക്കാത്ത എന്താ? അത് പിന്നെ ഫോൺ അപ്പുറത്തായിരുന്നു, ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാരം കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല, കഴിക്കണമെന്ന് പറഞ്ഞു. ഹരീഷ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. എന്താന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു. ഇപ്പം എന്ത് ചോദിക്കാനാ? അല്ല, ഞാൻ അങ്ങോട്ട് ആഹാരം കഴിച്ചോന്ന് ചോദിച്ചല്ലോ, എന്നിട്ട് എന്നോട് എന്താ ചോദിക്കാത്തേ? നീ ഇത് കഴിച്ചോന്ന് ചോദിച്ചു. ഓ, അപ്പം ഞാൻ പറഞ്ഞിട്ട് വേണം എന്നോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കാല്ലേ? അല്ല, സ്വന്തമായിട്ടൊന്നും ചോദിക്കാൻ അറിയത്തില്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, ഹരീഷിന് എന്നോടൊന്നും സംസാരിക്കാമല്ലേന്ന് ചോദിച്ചു. അതിപ്പം ഞാനിപ്പോൾ എന്താ, ഹരീഷിനാണെങ്കിൽ അങ്ങനെയൊന്നും ഫോൺ വിളിച്ചൊരു ശീലമില്ല, അങ്ങനെ അധികം പെൺകുട്ടികളോട് സംസാരിച്ച ശീലമില്ലോ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, ഒരു സ്റ്റാർട്ടിങ് ഡബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ നീത് പറഞ്ഞു, എന്താ ഹരീഷ് എങ്ങനെയെന്ന് ചോദിച്ചു. എന്തായാലും ഒന്ന് സംസാരിക്കുക. പിന്നീട് ഹരീഷ് അങ്ങ് ഫോമായി സംസാരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ചന്തു അങ്ങോട്ടേക്ക് വന്നു. ചന്തു നോക്കിക്കഴിഞ്ഞപ്പം ഹരീഷ് അവിടെ കിടന്ന് ഭയങ്കര ഫോൺ വിളിയാണ്. ചന്തു കുറേ സമയം നോക്കിയിരുന്നു. അപ്പോഴാണ് ഹരീഷ് ആ കാഴ്ച കാണുന്നത്. എന്താടാ, അല്ല ചായയായിട്ട് വന്ന അവിടെ വെച്ചിട്ട് പോകും എന്ന് പറഞ്ഞു. നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തു അങ്ങോട്ട് മാറിപ്പോയി. പിന്നീട് ഹരീഷ് തൻ്റെ സംസാരം തുടരുവാണ്. നീതിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഹരീഷാണ് തന്നോട് ഇത്രമാത്രം സംസാരിക്കുന്നൊക്കെ. അങ്ങനെ ഹരീഷിൻ്റെ ഉള്ളിലും നീതിനോടുള്ള പ്രണയം ഉണ്ടാവുകയാണ്. ഇത്രയും നാളും അങ്ങനെയൊന്നും ആയിരുന്നില്ല. നീതിനെ ഒരുപടി അകറ്റി നിർത്തിയേക്കോ ചെയ്തിരുന്നേ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നീതിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഹരീഷിന്. ഈ സമയത്ത് നിധി പൊന്നുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നു ഡോക്ടർ, നിധി പേഷ്യൻറ്റുമാണ്. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ഇഞ്ചക്ഷൻ എടുക്കണം, നല്ല പനിയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടർ എന്ന് പറഞ്ഞു. പൊന്നു ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന പോലെ കാണിക്കണം. അയ്യോ എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിധി അഭിനയിച്ച് കിടന്ന് കരയുവാണ്. ആ സമയത്ത് സാന്ദ്ര ആകെപ്പാടെ അക്ഷമയായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ സാന്ദ്ര ചേച്ചി? അല്ല, ഇതുവരെയായിട്ടും അച്ഛനും അരുണേട്ടനും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ല, ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര എന്നിട്ട് വെച്ചു, എന്തായി അരുണേട്ടാ? പേടിക്കാനൊന്നുമില്ല, 2-3 ദിവസം റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതൊക്കെ അവരുടെ ഒരു കള്ളത്തരമായിരുന്നു. അത് പക്ഷേ ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ പറഞ്ഞു, ഹേമേ ആഹാരം കഴിക്കാൻ എടുത്ത് വെക്കാൻ പറഞ്ഞു. ശരി, എടുത്ത് വെക്കാൻ പറഞ്ഞു. ഹേമ എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിൾ എല്ലാം നിരത്തി വെക്കുവാണ്. അങ്ങനെ അവർ കഴിക്കാനിരുന്നു. രാജീവൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ മീൻ വറുത്തവും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. നിധിക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ ആയിരുന്നു വാങ്ങിക്കൊണ്ട് വന്നേ. രാജീവ് നോക്കി നിധിയെ, എന്നിട്ട് പറഞ്ഞു, മോളെ അതിനകത്ത് മുള്ളുണ്ട്, സൂക്ഷിച്ച് കഴിക്കണം. എനിക്കറിയാച്ചാ, വേണ്ട ഞാനിതൊക്കെ മുള്ളു കളഞ്ഞു തരാമെന്ന് പറഞ്ഞ് അതൊക്കെ മുള്ളു കളഞ്ഞു കൊടുക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഹേമ പറഞ്ഞു, പിന്നെ ഇപ്പോഴും കുഞ്ഞു വെച്ചാന്നേ വിചാരം. അതെ, കുഞ്ഞുനാളിൽ തൊട്ടേ ഇവൾക്ക് മുള്ളു ഭയങ്കര പേടിയായിരുന്നല്ലോ, ഞാനായിരുന്നല്ലോ അതൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിധിക്ക് അത് മുള്ളൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് വാരി കൊടുക്കുന്നുണ്ട്. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ഹേമ പറഞ്ഞു, ഓ ഇപ്പോഴേ സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു രാജീവേണ്ട അല്ലേ? എടീ, മക്കൾ ഒരു തെറ്റ് ചെയ്യുന്നു വെച്ചോണ്ട് അവരെ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ സ്നേഹമുണ്ട്. ഇപ്പോഴും ഞാൻ ഇവളെ കാണുന്ന ആ പഴയതുപോലെ തന്നെയാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനമ്മമാരാണെങ്കിൽ എന്തൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാലാ. മക്കളൊക്കെ ഒന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരൊരു പക്ഷേങ്കിൽ മാതാപിതാക്കളായി കഴിയുമ്പോൾ സ്വന്തം മക്കൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴോ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടപ്പം പെട്ടെന്ന് തന്നെ രാജീവ് വിഷയം പറ്റി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ മോളെ, ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു. നിധിയെ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് മാറ്റിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കായിരുന്നു അവരുടെ. നിധിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കള്ളത്തരമാണെന്ന് ഇവർ കാണിക്കുന്നതൊക്കെ. ഈ സമയത്ത് അരുണിനെ ഒന്ന് നോക്കി രാജീവന്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേന് അരുണിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. ആണോ? എന്നാ ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അച്ഛാ, ഇതുവരെയായിട്ടും ആ പണം അവിടെ എത്തിയിട്ടിരുന്നു ചെട്ടിയാരുടെ കയ്യിൽ. എത്തിയിട്ടില്ലെന്നോ? അതെ, ചെട്ടിയാരെ എപ്പനെ വിളിച്ച് എത്തിയിട്ടില്ലെന്നോ. അല്ല, അപ്പം അവൻ എങ്ങോട്ട് പോയി? അതറിയില്ല അച്ഛാ.
എന്ന് പറഞ്ഞു. പിന്നീട് ഫോണിനകത്ത് GPS ഒക്കെ ഉണ്ടായിരുന്നു കാറിനകത്ത്. അച്ഛാ വണ്ടിയുടെ ലൊക്കേഷൻ വേറെയാണല്ലോ കാണിക്കണമെന്ന് പറഞ്ഞു. വേറെയോ? അതെ, ലൊക്കേഷൻ വേറെ കാണിക്കണേ. വണ്ടി വേറെ സൈഡ് മാറി വേറെ അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ. എനിക്ക് തോന്നുന്നു അവൻ ആ പണം കൊണ്ട് മുങ്ങിയതാന്ന് തോന്നിയെന്ന് പറയണം. അത് കേട്ടപ്പം നിധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. സുധീഷ് അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനല്ല. പിന്നെ എന്താ ഇവരിങ്ങനെ പറയണേ? നിധിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് സുധീഷിനെ ആ ഗുണ്ടകളെല്ലാവരും കൂടി ചേർന്ന് ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അവിടെ കൈയും കാലും ഒക്കെ ബന്ധിച്ച് അവിടെ ഇടുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമേയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇനിയിപ്പോൾ കൃത്യസമയത്ത് തന്നെ സുധീഷിന് അവിടെ എത്താൻ പറ്റുമെന്നോ അതിനിപ്പോൾ ഇവരുടെ കള്ളത്തരം ഇതെന്നൊക്കെ നിധിയും സുധീഷും കണ്ടെത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.